ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. സ്പാൻ L ആണ്. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് എൻഡ്സിലും ഒരു അൺഈക്വൽ കപ്പിൾസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കപ്പിൾസ് എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് രണ്ട് അൺഈക്വൽ കപ്പിൾസ് ഈ ഡയറക്ഷനിൽ ഞാൻ കപ്പിൾ, അതായത് മൊമെന്റ് അപ്ലൈ ചെയ്തു, ഇതിന്റെ വാല്യൂ m, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ എടുത്ത കപ്പിളിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കുക. പക്ഷെ ആ ഓപ്പോസിറ്റ് മറ്റേ എൻഡിലുള്ള കപ്പിളിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഈക്വൽ അൺലൈക്ക് കപ്പിൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവമാണ്. അപ്പൊ നമുക്കറിയാം രണ്ട് എൻഡ്സിലും ഈക്വൽ അൺലൈക്ക് കപ്പിൾസ് ആയതുകൊണ്ട് ടോട്ടൽ റിയാക്ഷൻ, അതായത് ഇതിലുണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞ വാല്യൂ, അതായത് സപ്പോർട്ട് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ എടുത്ത് സോൾവ് ചെയ്താലും രണ്ട് എൻഡിലും സപ്പോർട്ട് റിയാക്ഷന്റെ വാല്യൂ 0 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് കിട്ടുക വിത്ത് m. പോസിറ്റീവ്, നമ്മൾ സൈൻ കൺവെൻഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അതായത് ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്, റൈറ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. ഈ ഒരു സൈൻ കൺവെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടി, BMD. ഓക്കെ, ഇനി നമുക്ക് ഇത് പലതരത്തിൽ ചെയ്യാം. ഇവിടെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ കോൺജുഗേറ്റ് ബീം മെത്തേഡ് വെച്ച് ചെയ്യാം. കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് നമ്മളെ ബീമിന്റെ സപ്പോർട്ട് കണ്ടീഷൻസിനൊക്കെ ചേഞ്ചസ് വരും. പക്ഷേ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ കോൺജുഗേറ്റ് ബീമിന്റെയും സപ്പോർട്ട് കണ്ടീഷൻസ് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് തന്നെ എടുക്കുക. ഇവിടെ ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് കേസ് മാത്രമേ പറയുന്നുള്ളൂ. കോൺജുഗേറ്റ് ബീമിന്റെ സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ, റിയൽ ബീമിന് സിംപ്ലി സപ്പോർട്ടഡ് ആണ് എൻഡ് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺജുഗേറ്റ് ബീമിനും എൻഡ് കണ്ടീഷൻസ് സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. പക്ഷേ അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് നമുക്ക് റിയൽ ബീമിന്റെ കേസിൽ കിട്ടിയ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആയിരിക്കും അതിലെ ലോഡായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീമിൽ ലോഡ് അപ്ലൈ ചെയ്തു. സപ്പോർട്ട് സെയിം സ്പാൻ ആണ്, സ്പാനിലൊന്നും വ്യത്യാസമില്ല. നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. അതിൽ വരുന്ന ലോഡിങ് പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് കൺസിഡർ ആണ്, സൈൻ കൺവെൻഷൻ ആണ്. അതായത് ഇതിന്റെ കേസിൽ സൈൻ കൺവെൻഷൻ ആണ്. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ മുകളിലോട്ട്, ആരോ മാർക്ക് മുകളിലോട്ട് ഇടുന്നു. ഈ കേസിൽ നമുക്ക് ആരോ മാർക്കിന്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ റെക്ടാങ്കുലർ ലോഡിംഗ് ആണ്. റെക്ടാങ്കുലർ ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് സിമിലർ ആയിട്ടുള്ള ലോഡിംഗ് ആണ്. ഓക്കെ, ഇവിടുത്തെ ലോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് m ഡിവൈഡഡ് ബൈ EI. അതായത് കോൺജുഗേറ്റ് ബീമിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് m/EI. അത് കോൺജുഗേറ്റ് ബീം മെത്തേഡിൽ പറയുന്ന കാര്യമാണ്. കോൺജുഗേറ്റ് ബീമിന്റെ ബേസിക് ആണ്. എന്താണോ ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് ഡിവൈഡഡ് ബൈ EI എന്ന് പറയുന്ന ലോഡായിരിക്കണം നമ്മൾ കോൺജുഗേറ്റ് ബീമിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് കാണേണ്ടത് സെൻട്രൽ ഡിഫ്ലക്ഷൻ ആണ്. നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL അറ്റ് മിഡ് സ്പാൻ ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്?
ലോഡ് W multiplied by span L square divided by 8. ഇതാണല്ലോ BM max in case of simply supported beam with UDL. ഒരാളും കൂടി ജോയിൻ ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. Okay, in case of simply supported beam with UDL. അപ്പോൾ ഈ കേസിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അതാണ്. ഇനി കോൺജുഗേറ്റ് ബീമിലെ എവിടത്തേലും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു deflection at a section is equal to bending moment at that section in conjugate beam. അതായത് റിയൽ ബീമിലെ ഡിഫ്ലക്ഷൻ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബീമിലെ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ ഇൻ റിയൽ ബീം ഇസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ ഇൻ കോൺജുഗേറ്റ് ബീം. നമുക്ക് കോൺജുഗേറ്റ് ബീമിലെ ബെൻഡിങ് മൊമെന്റ് എത്രയെന്ന് അറിയാം. ഏതാണ്? UDL ആണ്. M/EI എന്ന് പറയുന്ന വാല്യൂ ആണ്. ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് M/EI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ML സ്ക്വയർ ഡിവൈഡഡ് ബൈ 8EI. നമുക്ക് കോൺജുഗേറ്റ് ബീമിന്റെ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. 1 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്ത് തീർക്കാം. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എക്സാമിന് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കോൺജുഗേറ്റ് ബീമിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു റിയൽ ബീമിനെ കോൺജുഗേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യും. കോൺജുഗേറ്റ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യാൻ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് സപ്പോർട്ട് കണ്ടീഷൻസിന് ചേഞ്ച് വരും. ആ ചേഞ്ചുകളൊക്കെ നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്ത് മനസ്സിലാക്കണം. കാരണം ഓരോ കേസിലും ഓരോന്നാണ് വരിക. പിന്നെ അങ്ങനെ ചേഞ്ച് ചെയ്ത ബീമിലോട്ട് നമ്മൾ റിയൽ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ലോഡായിട്ട് അപ്ലൈ ചെയ്യുന്നു. ആ ലോഡായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോൺജുഗേറ്റ് ബീമിന്റെ ഏതെങ്കിലും പോയിന്റിലെ, സപ്പോസ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് റിയൽ ബീമിൽ. അപ്പൊ ആ സി എന്ന് പറയുന്ന പോയിന്റ് തന്നെ കോൺജുഗേറ്റ് ബീമിൽ, ആ പോയിന്റിൽ വരുന്ന കോൺജുഗേറ്റ് ബീമിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാണോ സിയിൽ, ആ വാല്യൂ ആയിരിക്കും എന്ത്? റിയൽ ബീമിലെ ഡിഫ്ലക്ഷൻ. ഇനി ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എത്രയാണോ അതായിരിക്കും റിയൽ ബീമിലെ സ്ലോപ്പ്. ഫോർ എക്സാമ്പിൾ മിഡ് സ്പാനിലെ സ്ലോപ്പ് എത്രയാന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, സ്ലോപ്പ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺജുഗേറ്റ് ബീമിലെ ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് കണ്ടെത്തിയാൽ മതി. കോമ്പറ്റീറ്റീവ് എക്സാമിന് ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഡിഫ്ലക്ഷൻ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് കോൺജുഗേറ്റ് ബീം മെത്തേഡ്. ഇത് വേറെയും പല രീതിയിലും ചെയ്യാം. ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ ഗ്രൂപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റിട്ടൺ സോൾവ് ചെയ്ത ഇതിന്റെ വേറൊരു മെത്തേഡും കൂടി ഗ്രൂപ്പിലിടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലേ? Question: maximum deflection of a fixed beam carrying central load W is equal to. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബൈ ഹാർട്ട് പഠിക്കല്ലാതെ നിവൃത്തിയില്ല. കാരണം നമുക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് ബീമിന്റെ ഒക്കെ അനാലിസിസ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ്, സിംപ്ലി കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് മിഡ് സ്പാന്, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ത്രൂ ഔട്ട് ദി സ്പാന്, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എക്സെൻട്രിക് ലോഡിങ്. അതുപോലെ പിന്നെ വരുന്നത് ഫിക്സഡ് ബീമിന്റെ UDL ക്യാരി ചെയ്യുന്നത്, ഫിക്സഡ് ബീമിലെ മിഡ് സ്പാനിൽ പോയിന്റ് ലോഡ് ക്യാരി ചെയ്യുന്നത്. ഇത്രയും ഡിഫ്ലക്ഷൻസ് നമ്മൾ കാണാതെ പഠിക്കുന്നത് എക്സാമുകൾക്ക് എപ്പോഴും നല്ലതാണ്. അതിന് ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിന്റെ ആൻസർ WL³ ഡിവൈഡഡ് ബൈ 198 EI ആണ്. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ, ഈ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നുണ്ടെങ്കിൽ ഡെൽറ്റന്റെ വാല്യൂ നമുക്കറിയാം WL³ ഡിവൈഡഡ് ബൈ 48 EI. ഓക്കെ, ഇനി സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL,
ത്രൂ ഔട്ട് ദി സ്പാൻ ആണ്. UDLന്റെ വാല്യൂ W, UDL W, സ്മോൾ ലെറ്റർ W ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൽറ്റന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ W LQ L⁴ ഡിവൈഡഡ് ബൈ 384 EI. സോറി, ഒരു 5 ഉണ്ട്. W L⁴ ഡിവൈഡഡ് ബൈ 384 EI. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL W വരുമ്പോൾ മിഡ് സ്പാനിൽ വരുന്ന ഡിഫ്ലക്ഷൻ. അത് തന്നെ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ കേസിലൊക്കെ. ഇനി ഫിക്സഡ് വിത്ത് UDL ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു W L⁴ ഡിവൈഡ് ബൈ 384 EI. ഇവിടെ ഇത് പഠിച്ചു വെക്കാൻ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് പഠിക്കാനൊരു മാർഗം എന്താന്ന് വെച്ചാൽ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിന്റ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡിന്റെ കേസ് ഫിക്സഡ് ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ റേഷ്യോ എത്രയായിരിക്കും? 1/4 ആണ്. അതായത് നമ്മളൊരു ബീം സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ ഫിക്സഡ് കണ്ടീഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫ്ലക്ഷൻ 1/4 ആയിട്ട് കുറയും. അതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ഫിക്സഡ് ഡിവൈഡഡ് ബൈ സിംപ്ലി സപ്പോർട്ടഡ് ത്രൂ ഔട്ട് UDL ആണെന്നുണ്ടെങ്കിൽ ആ റേഷ്യോ എന്ന് പറയുന്നത് 1/5 ആണ്. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീം നമ്മൾ ഫിക്സഡ് ആക്കി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 1/5 ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആയിരിക്കും. ഈ രണ്ട് റേഷ്യോസും ഓർത്തു വെക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. A simply supported beam A carries a point load at its midspan. Another identical beam B carries same magnitude of load, but it is uniformly distributed over the entire span. The ratio of maximum deflection of beams A and B will be. Answer 8/5 ആണ്. നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യണം നോക്കാം. നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യുന്ന കേസേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. രണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീമുകൾ, രണ്ടിൻ്റെയും സ്പാന് സെയിം ആണ്. ഒന്നില് മിഡ് സ്പാനില് പോയിന്റ് ലോഡ് W, മറ്റേത് ത്രൂ ഔട്ട് ദി സ്പാൻ W, സ്മോൾ ലെറ്റർ W. പിന്നെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ടോട്ടൽ ലോഡ് UDL വരുന്ന കേസിൽ ടോട്ടൽ ലോഡ് ഇസ് ഈക്വൽ ടു W ആണ്. അതായത് സ്മോൾ ലെറ്റർ WL ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ W. ഇതാണ് ആ ക്വസ്റ്റ്യനിൽ വന്ന ഒരു കണ്ടീഷൻ. A എന്ന് പറഞ്ഞ ബീം, ഇത് B എന്ന് പറഞ്ഞ ബീം. നമുക്കറിയാം ഡെൽറ്റ മാക്സ് ഇസ് ഈക്വൽ ടു ഈ കേസിൽ WL³ ഡിവൈഡഡ് ബൈ 48 EI. ഇവിടുത്തെ കേസിൽ ഡെൽറ്റ മാക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ WL⁴ ഡിവൈഡഡ് ബൈ 5/384. ഇതാണ് ഇവിടുത്തെ രണ്ടിൻ്റെ ഇക്വേഷൻ. നമ്മളോട് ജസ്റ്റ് ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡെൽറ്റ മാക്സ് 1, ഡെൽറ്റ മാക്സ് A, WL is equal to, നമുക്ക് ഇത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ W into L into L³. So W into L is W. So therefore capital letter WL³ by WL³ divided by 384 EI എന്ന് കിട്ടും. ഇനി A/B എന്ന് പറഞ്ഞ റേഷ്യോയിൽ ചോദിച്ചത് A and B. So A/B is equal to delta A/B is equal to
WL cube divided by 48 EI divided by 5 WL cube divided by 384 EI. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8/5 എന്ന വാല്യൂ കിട്ടും. കാരണം 384 ഡിവൈഡ് ബൈ 48 എന്ന് പറയുന്ന വാല്യൂ 8 ആണ്. 8/5 താഴെയുള്ള ഈ ആൻസർ കിട്ടും 8/5. കൂടുതലൊന്നുമില്ല, ഇക്വേഷൻ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഓക്കെ, എ ഫിക്സഡ് സപ്പോർട്ട് ഇൻ എ റിയൽ ബീം. ഇത് കോൺജുഗേറ്റ് ബീം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് റിയൽ ബീമിൽ ഫിക്സഡ് സപ്പോർട്ട് കോൺജുഗേറ്റ് ബീമിൽ എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഞാൻ പറഞ്ഞു സിംപിളി സപ്പോർട്ടിന്റെ കേസിൽ കോൺജുഗേറ്റ് ബീമിലെ സപ്പോർട്ടുകൾ സിംപിളി സപ്പോർട്ടഡ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഫിക്സഡ് ബീമിന്റെ കേസിൽ ഫിക്സഡ് സപ്പോർട്ട് എ എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ട് റിയൽ ബീം ഇനി ഇതിന്റെ കോൺജുഗേറ്റ് ബീം കൺസിഡർ ചെയ്യുമ്പോൾ ഫിക്സഡ് സപ്പോർട്ട് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്യും, ഫ്രീ എൻഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും ഏത് കോൺജുഗേറ്റ് ബീമിൽ. അതുപോലെ തന്നെ ഫ്രീ എൻഡ് ആയിട്ടുള്ള സ്ഥലം ഫിക്സഡ് എൻഡ് ആയിട്ടും ചേഞ്ച് ചെയ്യും. ഇങ്ങനെ വേണം നമ്മൾ കോൺജുഗേറ്റ് ബീം കൺസ്ട്രക്ട് ചെയ്യാൻ. ഇപ്പോൾ കോൺജുഗേറ്റ് ബീമിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് അത്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കോൺജുഗേറ്റ് ബീം മെത്തേഡും ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ഈ സിമ്പിൾ ആയിട്ട് കോൺജുഗേറ്റ് ബീം മെത്തേഡിൽ ഫിക്സഡ് എൻഡ് ഫ്രീ ആയിട്ടും ഫ്രീ എൻഡ് ഫിക്സഡ് എൻഡ് ആയിട്ടും ചേഞ്ച് ചെയ്യും കോൺജുഗേറ്റ് ബീം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഫിക്സഡ് സപ്പോർട്ട് ഇൻ എ റിയൽ ബീം ചേഞ്ചസ് ടു ഫ്രീ എൻഡ് കോൺജുഗേറ്റ് ബീം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, a deflection at free end of a uniformly loaded cantilever of length 1 meter is 7.5 mm. What is the slope at free end? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ടഫ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അതിന് ഇക്വേഷൻ അറിയണം. നമുക്കറിയാം കാന്റിലിവർ ബീം throughout UDL L പിന്നെ EI is constant ആണെന്ന് വിചാരിക്കാം. EI is constant. A W എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു ഫ്രീ എൻഡിലെ ഡെൽറ്റ എന്ന് പറയുന്നത് 7.5 mm. 7.5 mm. നമുക്ക് കണ്ടെത്തേണ്ടത് തീറ്റ ബി, സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ്. തീറ്റ ബി ആണ് കണ്ടെത്തേണ്ടത്. തീറ്റ ബി ഇസ് ഈക്വൽ ടു വാട്ട്? നമുക്കറിയാം യു ഡി എൽ ക്യാരി ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ മാക്സ് അല്ലെങ്കിൽ ഡെൽറ്റ ബി അല്ലെങ്കിൽ ഡെൽറ്റ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഫ്രീ എൻഡ് ഈക്വൽ ടു W ഇൻറ്റു L⁴ ഡിവൈഡ് ബൈ 8 EI ആണ്. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ആ വാല്യൂ 7.5 mm. അതുപോലെ തന്നെ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് തീറ്റ ഫ്രീ ആണ് അല്ലെങ്കിൽ തീറ്റ ബി. തീറ്റ ഫ്രീ എൻഡ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ കാന്റിലിവറിന്റെ കേസിൽ UDL ആവുന്ന കേസിൽ ഫ്രീ എൻഡിൽ വരുന്ന ഡിഫ്ലക്ഷൻ സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ WL³ ഡിവൈഡ് ബൈ 6 EI. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? WL³ ഡിവൈഡഡ് ബൈ EI. അത് എഴുതുന്നത് ജസ്റ്റ് ഈ ഇക്വേഷൻ എന്നാണ് എഴുതുന്നത്.
WL cube into L by 8 is equal to 7.5 mm എന്ന് എഴുതി കൂടെ. ഒന്നുമില്ല, ഒരു L പുറത്തേക്ക് എടുത്തു, അതുപോലെ തന്നെ 8 പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് WL cube divided by EI is equal to 7.5 into 8. ഈ 7.5 എന്ന് പറയുന്നത് mm-ലാണ്, അതുകൊണ്ട് നമ്മൾ 1 മീറ്റർ എന്നുള്ളത് mm-ൽ എഴുതുന്നു. Which is equal to 10 cube. ഈ L താഴോട്ട് വന്നു, 8 മുകളിലോട്ട് പോയി. 7.5 into 8 divided by 10 raised to 3. അപ്പോൾ ഈ കേസിൽ നമുക്ക് വന്നു. ഇനി നമുക്ക് വേണ്ടത് തീറ്റ ഫ്രീ ആണ്. തീറ്റ ഫ്രീ ആൻഡ് അല്ലെങ്കിൽ തീറ്റ ബി is equal to WL cube divided by EI into 1/6 എന്ന് എഴുതി കൂടെ. ഓക്കെ, നമുക്ക് ഇവിടെ അറിയാം WL cube by EI ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യന്, അല്ലെ നേരത്തെ ഇക്വേഷന്. Therefore 7.5 into 8 divided by 10 raised to 3 into 1/6. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 6ഉം 8ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 3 വന്നു, 4. 7.5 into 4 is equal to 30. 30 by 3 into 10 raised to 3 is equal to 10 into 10 raised to minus 3 is equal to 0.01 radian. Answer 0.01 radian. Theta എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. സ്ലോപ്പ് റേഡിയനിലാണ് പറയാം. ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 180 by pi ചെയ്യേണ്ട. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ റേഡിയനിലാണ് ചോദിച്ചിട്ടുള്ളത്. റേഡിയനിൽ ആൻസർ എഴുതുക 0.01 റേഡിയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ deflection at free end of a cantilever beam of length L carrying concentrated load W at free end. അതായത് ഫ്രീ എൻഡിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് W ക്യാരി ചെയ്യുന്ന ഒരു കാൻഡിലിവറിന് അതിന്റെ ഫ്രീ എൻഡിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ ഫ്രീ എൻഡിലാണ് വരിക. ആ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് WL cube divided by 3EI. WL cube divided by 3EI. Delta max അല്ലെങ്കിൽ ഫ്രീ എൻഡിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ. ഇനി ഫ്രീ എൻഡിൽ വരുന്ന മാക്സിമം അല്ലെങ്കിൽ മാക്സിമം സ്ലോപ്പ്, ഈ കേസിലെ മാക്സിമം സ്ലോപ്പ് എന്ന് പറയുന്നത് അതും ഫ്രീ എൻഡിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ വാല്യൂ WL square divided by 2EI. ഇതും പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ഇക്വേഷൻസ് കാണാതെ അറിയേണ്ടതുണ്ട്. ആ ഇക്വേഷൻസ് കാണാതെ പഠിക്കില്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. എക്സാമിന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈസി ആയിട്ട് 1 മിനിറ്റിന് താഴെ 45 സെക്കൻഡ് കൊണ്ട് ആൻസർ എഴുതാം. ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഇക്വേഷൻസ് പഠിക്കുക, ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതായത് സിംപ്ലി സപ്പോർട്ടഡും കാൻഡിലിവറും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടില്ല, ആ മാർക്ക് പോകും. അതുകൊണ്ട് എല്ലാ ഇക്വേഷൻസും കാണാതെ തന്നെ പഠിക്കുക. നല്ലപോലെ മനസ്സിലാക്കി എങ്ങനെ വന്നത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കും. ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഡിഫ്ലക്ഷൻ ഓഫ് ബീം. താഴെ പറയുന്നതിൽ ഡിഫ്ലക്ഷന് ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതാണ്? ആൻസർ വോൺ മൈസസ് തിയറിയാണ്. ബാക്കി മക്കോളെ മെത്തേഡ്, കോൺജുഗേറ്റ് ബീം മെത്തേഡ്, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ ഡിഫ്ലക്ഷൻ ഏതെങ്കിലും ബീമിന്റെ ഡിഫ്ലക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. ബാക്കി 3 എണ്ണം. അതിൽ വോൺ മൈസസ് തിയറി എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന തിയറിയാണ്. അതായത് നമ്മൾ ഓരോ മെറ്റീരിയലിന്റെയും ഫെയിൽ ആവുന്ന സ്ട്രെസ് ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തിയറിയാണ് വോൺ മൈസസ് തിയറി. വോൺ മൈസസ് തിയറിക്ക് പറയുന്ന വേറൊരു പേരാണ് മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി, അല്ലെങ്കിൽ വേറെ പറയുന്ന പേരാണ് ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഈ ഡിസ്റ്റോർഷൻ എനർജി തിയറി അതുപോലെ തന്നെ ബാക്കിയുള്ള തിയറീസ് ഓഫ് ഫെയിലിയർ ഒക്കെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം.
ഇപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. വോൺ മൈസസ് തിയറി എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എനർജി തിയറി, മെക്കോളിസ് മെത്തേഡ്, കോൺജുഗേറ്റ് ബീം മെത്തേഡ്, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, മോർസ് മെത്തേഡ്, ഈ മെത്തേഡുകളൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഡിഫ്ലക്ഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഈ ക്വസ്റ്റ്യൻ, maximum deflection of a cantilever beam carrying a point load at free end occurs at. അതായത് കാന്റിലിവർ ബീമിൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഏത് പോയിന്റിലാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് ലോഡ് W ഫ്രീ എൻഡിൽ ക്യാരി ചെയ്യുന്നുണ്ട്. മാക്സിമം ഡിഫ്ലക്ഷൻ കാന്റിലിവർ ബീമിൽ ഫ്രീ എൻഡിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രീ എൻഡിൽ തന്നെയാണ് മാക്സിമം ഡിഫ്ലക്ഷനും വരുന്നത്. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. കാന്റിലിവർ ബീമിന്റെ ഡിഫ്ലക്ഷൻ ഡയഗ്രാം വരച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് W അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ W അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ് ഡെൽറ്റ മാക്സ് വരുന്നത്. കാന്റിലിവർ ആണ്, ഫിക്സഡ് എൻഡ് ആണ്. ഇവിടെ വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ വരുന്ന അതായത് ഫിക്സഡ് എൻഡിൽ വരുന്ന തീറ്റ ഈക്വൽ ടു 0, അതുപോലെ തന്നെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0. ഫിക്സഡ് എൻഡിലെ തീറ്റയും ഡെൽറ്റയും 0 ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രീ എൻഡിലെ ഡെൽറ്റ മാക്സിമം ആയിരിക്കും, അതുപോലെ തന്നെ തീറ്റയും മാക്സിമം ആയിരിക്കും. ഇതാണ് ഇതിന് രണ്ടും നമുക്ക് കണ്ട ചെറിയൊരു പോയിന്റ്. അപ്പോൾ കാന്റിലിവർ ബീമിന്റെ കേസിൽ പോയിന്റ് ലോഡ് ഫ്രീ എൻഡിൽ ക്യാരി ചെയ്താൽ മാക്സിമം തീറ്റ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും, മാക്സിമം സ്ലോപ്പ് എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഫ്രീ എൻഡിലാണ്. UDL-നും അതായത് കാന്റിലിവർ ബീം ത്രൂ ഔട്ട് UDL ക്യാരി ചെയ്യുന്ന കേസിലും മാക്സിമം ഡിഫ്ലക്ഷനും മാക്സിമം തീറ്റയും വരുന്നത് ഫ്രീ എൻഡിൽ തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെക്കുക. ഫിക്സഡ് എൻഡിൽ വരുന്ന വാല്യൂ രണ്ടിനും 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഒക്കേഴ്സ് അറ്റ് 0. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? ഓപ്ഷനിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം 0 ബെൻഡിങ് മൊമെന്റ് ലൊക്കേഷനിലാണോ, 0 ഷിയർ ഫോഴ്സ് ലൊക്കേഷനിലാണോ, 0 സ്ലോപ്പ് ലൊക്കേഷനിലാണോ, അതോ 0 ഷിയർ ഫോഴ്സ് ലൊക്കേഷൻ ആൻഡ് 0 ബെൻഡിങ് മൊമെന്റ് ലൊക്കേഷനാണ്? ഇതിന്റെ ആൻസർ വരുന്നത് 0 സ്ലോപ്പ് ലൊക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ നമുക്ക് y എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, y എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് x-മായി ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എപ്പോഴും നമ്മൾ അറിയാം ലോഡിംഗ് ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ WX2 WX ഇങ്ങനെ x വിത്ത് റെസ്പെക്ട് ടു x ഉള്ള ഒരു ടേം ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് ഹലോ കണക്ട് ആവുന്നില്ല, എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ? എന്തെങ്കിലും എറർ ഉണ്ടോ? പറയുന്നത് ക്ലിയർ ആവാത്തുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. തീറ്റ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഇക്വേഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം ഡിഫ്ലക്ഷൻ എപ്പോഴാണ് വരുന്നത്? ഒരു ഫംഗ്ഷൻ dy/dx അല്ലെങ്കിൽ y എന്ന് പറയുന്ന ഫംഗ്ഷൻ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. dy/dx is equal to 0. സോ ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ is equal to 0. തീറ്റ 0 ആവുന്ന കേസിലാണ് എന്ത് മാക്സിമം ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്ലോപ്പ് 0 ആവുന്ന കേസിൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഇൻ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 1 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക്
ഒന്നുകൂടി റീജോയിൻ ചെയ്യണോ അതോ ബാക്കി നാളെ ഡിസ്കസ് ചെയ്താൽ മതി? 45 മിനിറ്റ് സൂമിന് മീറ്റിംഗ് പറ്റുമോ? അതാണ് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്നോ അതോ നാളെ ഡിസ്കസ് ചെയ്യുന്നു? ഓക്കെ, റീജോയിൻ ചെയ്യാം. ഓക്കെ, സെയിം ലിങ്ക് വഴി തന്നെ റീജോയിൻ ചെയ്യാം. സെയിം ലിങ്ക്